കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. രവി, വേണ്ട രവി, അത് നിന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുകയുള്ളൂ. അറിഞ്ഞു വെച്ചുകൊണ്ട് വിഷമങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങണ്ട. 20 വർഷം കഴിഞ്ഞു ഇതിനകം ഒന്ന് കണ്ടിട്ട്. ഇതുവരെ അകത്തേക്ക് കയറണം തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എന്നെ അകത്ത് നിന്ന് ആരോ വിളിക്കുന്ന പോലെ, പ്രിയപ്പെട്ടതെന്തോ അകത്തെനിക്ക് വേണ്ടി ഉള്ളതുപോലെ. അതെല്ലാം നിന്റെ തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് രവി. പിന്നെ ആര് വരാനാ ഇവിടെ? അങ്ങനെ ഒരു തോന്നൽ രാജാ. അത് വെറും തോന്നൽ മാത്രമാ. നീ വന്നേ, നമുക്ക് പോവാം. രാജനന്ദിനിയുടെ അടുത്ത് പോണ്ടേ? ശരി, ഇനി നിന്നനുസരിച്ചില്ല എന്ന് വേണ്ട.
നിങ്ങളുടെ ഈ കണക്ക് നോട്ടെ എന്നാ തീരുന്നത്? എടേ, ഭൂമിയുടെ സ്പന്ദനം പോലും കണക്കിലാണെന്ന് പണ്ട് ചാക്കോ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഉം. വരവ് ചെലവ് നോക്കിയില്ലെങ്കിലേ ജീവിതത്തിന്റെ കണക്ക് തെറ്റിപ്പോവും. സരോജം, അടുത്ത ആഴ്ച അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് കട കുറച്ച് നേരത്തെ തുറക്കേണ്ടി വരും. അതുമല്ല, സാധനങ്ങൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. അല്ല ശ്രീടച്ച, ഉത്സവത്തിനെ നമുക്ക് രവിസാറിനെയും ഗായത്രിയമ്മയും പ്രത്യേകം ക്ഷണിക്കണം. എത്ര നാളായി അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട്. അതെന്താ സരോജം, നീ രഘുസാറിനെയും രേഖാമാടത്തിനെയും വിട്ടുകളഞ്ഞത്? ആ, അവരെ ഇനി പ്രത്യേകം വിളിക്കണോ? നമ്മുടെ അടുത്തേക്കാണ് രവിസാറും ഗായത്രിയമ്മയും വരുന്നതെന്ന് അറിഞ്ഞാല് അവരുറപ്പായിട്ടും കൂടെ വരും. അവര് വരുമ്പോ രാജാവ് സാറും വരും. അത് ശരിയാ. ഇനിയിപ്പോ മോൾക്ക് ഇഷ്ടാവോ എന്തോ. അവൾ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ സമ്മതിക്കുമെന്നാ എന്റെ പേടി. അവളെന്തു പറയാനാ? അവൾക്കും സന്തോഷാവില്ലേ? വരുന്ന അവളുടെ ഭർത്താവും കുടുംബമല്ലേ? അതല്ല ശ്രീടച്ച, ഇന്നലെ തന്നെ അധിക ചെലവ് കുറക്കണോന്ന് പറഞ്ഞ് മോള് വഴക്കുണ്ടാക്കിയതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ അവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി കാശൊക്കെ ചെലവാക്കിയാലേ അവള് വീണ്ടും നമ്മളെ വഴക്ക് പറയും. അവൾ അങ്ങനെയൊക്കെ പറയും സരോജം. അത് നമ്മളോട് അവൾക്ക് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടല്ലേ. പിന്നെ ഇതൊക്കെ എല്ലാരും ചെയ്യണതല്ലേ. നമുക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയാ മോൾ അങ്ങനെയൊക്കെ പറയണത്. രവി സാറോ? ആ, കേറിയോ സാറേ? വരൂ വരൂ. സരോജോ, ഇരിക്കും സാറേ. ഞങ്ങള് രവിസാറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു സാർ. എന്നെ കുറിച്ചോ? അതെ സാറേ, ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവാണേ. അപ്പൊ സാറിനെ അമ്മയും വിളിക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞങ്ങള്. സരോജം, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അയ്യോ, ഞാൻ മറന്നു സാറേ, ഒരു മിനിറ്റ്. അപ്പോ ഇതായിരുന്നു സുദർശനൻ ചേട്ടന്റെ രണ്ടാമത്തെ ഒളിത്താവളം. രണ്ടുപേരും കൂടി ഞങ്ങളെ കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത്. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനൊന്നും അല്ല രാജാറാം സാറേ. അപ്പൊ തോന്നിയതുപോലെ അങ്ങ് ചെയ്തേ ഉള്ളൂ. എന്തായാലും ഒരു സാധാ ഗ്രഹനാഥന്റെ ബുദ്ധിയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും അടിയറവ് പറയേണ്ടി വന്നു. രവി സാറേ, ഞാനൊരു ചായ എടുക്കട്ടെ? വേണ്ട സരോജമ്മ. രാജാവ് സാറിനോ? അയ്യോ, ഇപ്പൊ വേണ്ട സരോജാമേ. ഓ, രവി സാറ് കുടിക്കാതെ രാജാവ് സാറ് ചായ കുടിക്കില്ലല്ലോ അല്ലേ? ഞാനത് ഓർത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ചായ കുടിക്കാനുള്ള സമയമാണോ സരോജം? നീ അത്താഴത്തിന് പോയി എന്തെങ്കിലും ശരിയാക്ക്. ആ,
ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഈ വഴി പോയപ്പോ നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി കയറിയതാ. ഇനി ഈ സമയത്ത് ഭക്ഷണമൊന്നും ഉണ്ടാക്കി നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ സാറേ, സന്തോഷല്ലേ ഉള്ളൂ. പിന്നെ സാധാരണ ഈ സമയത്ത് വന്നാലേ ഞങ്ങളെ കാണാൻ പറ്റിയത് വരില്ല സാറേ. ഈ സമയത്തൊക്കെ ഞങ്ങൾ കടയിലായിരിക്കും. ഓ, പക്ഷെ ഇപ്പൊ മോൾ ഇവിടെ ഉള്ളത് കൊണ്ട് പകല് മാത്രമേ കച്ചവടമുള്ളൂ. സന്ധ്യ ആവുമ്പോ അടച്ചിട്ട് ഞങ്ങൾ ഇങ്ങു പോരും. മോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഓ, ആ സുരസൻ ചേട്ടാ ഒന്നിങ്ങ് വന്നേ. എങ്ങനെയുണ്ട് സുരസൻ ചേട്ടാ ഇവിടുത്തെ താമസമൊക്കെ? നല്ല ഐശ്വര്യമുള്ള വീടാണ് രാജാറാം സാറേ. ഓണറൊക്കെ അങ്ങ് കോഴിക്കോടാ. സ്വന്തം വീടായി കണ്ട് നോക്കിക്കോളാനാ അവര് പറഞ്ഞിരിക്കുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധാരാള. മോള് വന്നപ്പോ അവൾക്ക് സൗകര്യക്കുറവായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മോൾക്ക് വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല എന്നിട്ട് ശ്രീലക്ഷ്മി എവിടെ? ഞങ്ങൾ വന്നിട്ട് ഇത്രയും നേരമായിട്ട് പുറത്തേക്ക് വന്നില്ലല്ലോ. അയ്യോ, ശ്രീലക്ഷ്മി ഇവിടെ ഇല്ല സാറേ. ശ്രീലക്ഷ്മി കൃഷ്ണയോടൊപ്പം ഷോപ്പിങ്ങിന് പോയിരിക്കുക. ഇപ്പൊ വരും. മോള് വരാനുള്ള സമയമായല്ലോ. ഞാനൊന്ന് മോളെ ഫോണിൽ വിളിച്ചു നോക്കാം. ഏയ് അത് വേണ്ട. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ധൃതിയാക്കണ്ട. ആ ശരി, ശ്രീലക്ഷ്മി വരട്ടെ. അങ്ങോട്ട്. അതെ, അവിടെ. സാറാണല്ലോ. ഫോൺ എടുത്ത് സംസാരിച്ച സാറിന് എന്തെങ്കിലും സംശയം തോന്നും. ഫോൺ പിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലെന്ന് ഭയന്ന് ചിലപ്പോൾ സാറ് ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യും. ആദ്യം വേഗം ഇവിടുന്ന് പുറത്തു പോകണം. കൃഷ്ണ, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. നീ ഒരു സ്ഥലം വരെ വരണം. എവിടെയാ? ലൊക്കേഷൻ ഞാൻ അയക്കാം. പിന്നെ അച്ഛന്റെയോ അമ്മയുടെയോ രവിസാറിന്റെയോ കോള് വന്നാ തൽക്കാലം അറ്റൻഡ് ചെയ്യണ്ട.
സാറ് കാത്തിരുന്ന് മുഷിയാണല്ലോ. അവൾ എന്തോ ഇനി മാത്രം വാങ്ങി കൂട്ടുന്നത്. ഇപ്പൊ വരും സരോജം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഷോപ്പിങ്ങിന് എന്നൊക്കെ പറഞ്ഞു പോയാ സമയം പോകുന്നവര് ശ്രദ്ധിക്കില്ലല്ലോ. സാറ് വന്ന കാര്യം അവൾ അറിഞ്ഞു കാണില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചു നോക്കിയതാ, ബട്ട് ഔട്ട് ഓഫ് കവറേജ്. ഇത് ഏതാടി ഈ സ്ഥലം? സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് ശ്രീ. എന്തിന്? ഇങ്ങനൊരു സ്ഥലത്ത് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും നേരം നിന്നു? എന്റെ വീട്ടിൽ ഞാൻ ആരെ പേടിക്കാനാ കൃഷ്ണ? നിന്റെ വീടോ? രവി സാറിനെന്ന് പറയുമ്പോ എന്റെയും കൂടിയല്ലേ. നീ അതൊക്കെ വിട്ടിട്ട് ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും. മെസ്സേജ് വന്നതനുസരിച്ച് സാർ ഇപ്പോൾ ഉള്ളത് നിന്റെ വീട്ടിലാ. സമയം ഇത്രയും വൈകുകയും ചെയ്തു. ഞാൻ അച്ഛനോടും അമ്മയോടും ഷോപ്പിങ്ങിന് പോവാന്നാ പറഞ്ഞത്. എന്തായാലും ദീപുവിനെ ഞാൻ പറഞ്ഞങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇനി അവൻ അവിടെ ചെന്ന് കുളം ആക്കാതിരുന്നാ മതി. അല്ല, ഇത്രയും റിസ്ക് എടുത്ത് നീ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ ഞാൻ പറയാം കൃഷ്ണ. ആദ്യം നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം. നീ കയറ്, ഞാൻ നിന്റെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യാം.